സൗണ്ടൊക്കെ തിരിച്ച് വരുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ താഴെ നിന്ന് വാപ്പായാണെങ്കിൽ മക്കളെ ഇങ്ങോട്ട് വന്നേന്ന് ഒരു വിളി വിളിച്ചു. ഉടനെ ചാടി തുള്ളിക്കൊണ്ട് ഞാൻ താഴത്തെ അടുക്കളയിലോട്ട് എത്തിയേട്ടാ. അപ്പോൾ അവിടെ നോക്കിയപ്പോഴത്തേക്ക് ഒരു കുപ്പിയുടെ പാതി കുപ്പി നല്ല ശീമ നെല്ലിക്ക കൊണ്ടുവന്നേട്ടാ. അത് വാപ്പ ഉപ്പിലിട്ടുകൊണ്ടിരിക്കുന്നത് നിറയെ പച്ചവളമൊക്കെ ആയിട്ട്. അപ്പോൾ ഒരാൾ ഉപ്പിലിട്ടിട്ട് കൊടുത്തതാണ്. അപ്പോൾ ഇച്ചിരി ഉപ്പ് കൂടിപ്പോയി. അപ്പോൾ വെള്ളമൊക്കെ ഒന്ന് മാറ്റി സെറ്റാക്കുമായിരുന്നു കേട്ടോ. അങ്ങനെ അടിപൊളിയായിരുന്നു കേട്ടോ. ഞാൻ കുറച്ചെടുത്ത് കഴിച്ചതിന് ശേഷം വീട്ടിലോട്ട് വന്നു. ഇനി കാപ്പിയൊക്കെ ഉണ്ടാക്കാം. അങ്ങനെ നമ്മളിന്ന് പുട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത്. പുട്ടും പപ്പടവും പിന്നെ മുട്ടക്കറിയും. അങ്ങനെ മുട്ടയൊക്കെ അവിക്കാനായിട്ട് വെച്ചു. സവാള അരിഞ്ഞ് ഉള്ളിക്കറി വെക്കാനായിട്ട് വെച്ചേട്ടാ. എൻ്റെ ഈ ചിരട്ടപ്പുട്ട് ഉണ്ടാക്കുന്ന ഈ സാധനം വാങ്ങിയിട്ട് 1.5 കൊല്ലത്തിന് മേലെയായിട്ട് ആകെ ഞാൻ 3-4 തവണ ഇതിൽ പുട്ടുണ്ടാക്കിയിട്ടുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഇക്കാക്ക് ഇതിലെ പുട്ട് ഇഷ്ടമേ അല്ല. ഇതിലെ പുട്ട് കൊണ്ടുവയ്ക്കുമ്പോൾ ഒന്നാമത് ചിരിയില്ല ആശാനിക്ക്. ഈ പുട്ടൂടെ കാണുമ്പോൾ എൻ്റെ പൊന്നെ മുഖം 2 ചരുവത്തിൻ്റെ അത്ര കനക്കും. അതുകൊണ്ട് തന്നെ ഞാൻ ഈ പുട്ട് ഉണ്ടാക്കാറില്ല. രാവിലെയാണ് കേട്ടോ നമ്മൾ കൂടുതലും ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇവരൊന്നും കാണത്തില്ലല്ലോ. അങ്ങനെ നമ്മുടെ നല്ല നീളം പുട്ടും നമ്മുടെ ഉള്ളിക്കറിയൊക്കെ അടുപ്പത്തോട്ടാക്കിയിട്ടുണ്ട്. പിന്നെ പപ്പടവും കൂടെ പൊരിച്ചെടുക്കണം കേട്ടോ. അങ്ങനെ കറിയെല്ലാം റെഡിയായി വന്ന് നമ്മുടെ പുട്ടും വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ പുട്ടിനൊന്നും തേങ്ങയില്ല. അതാണ് ഇന്നത്തെ പ്രത്യേകത. കാരണം മാവ് വാങ്ങാൻ പോയപ്പോൾ തേങ്ങ പറയാൻ മറന്നുപോയി. ഒരിക്കൽ പറയാത്ത സാധനം രണ്ടാമത് പറഞ്ഞാൽ പിന്നെ അത് വാങ്ങൂല കേട്ടോ, പോവാൻ മടിച്ചിട്ട്. അപ്പോൾ ഇന്ന് ഇത്രയൊക്കെ ഉള്ളൂ. ബൈ ബൈ.